ബാബുവിനെതിരെ ത്വരിതാന്വേഷണത്തിന് ശേഷം തെളിവില്ല എന്ന കാരണമായിരുന്നു പറഞ്ഞത്. ഒരുപക്ഷെ പ്രതിപക്ഷമൊക്കെ ഈ കാര്യം ഉന്നയിച്ചപ്പോൾ അത് രാഷ്ട്രീയമാണ് എന്നതായിരുന്നു ഭരണപക്ഷം ഉയർത്തിയിരുന്ന എതിർവാദം. അതൊന്നുമല്ല എന്ന് ഈ മൊഴിപ്പകർപ്പ് ബോധ്യമാക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ VS സുനിൽകുമാർ അടക്കം പറഞ്ഞ കാര്യങ്ങൾ കൂടി വരാൻ പോകുന്ന കേരളത്തിൻ്റെ പ്രതിഷേധങ്ങൾക്ക് ഈ മൊഴി എത്ര കണ്ട് സഹായകമാകും എന്നതൊക്കെ. അജിംഷാദ്, നേരത്തെ ബാബുവിനെതിരെയുള്ള ബാബുവിനെതിരെയുള്ള കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ KJ ദേവസ്യ കൂടി ചേരുകയാണ്, കേരള കോൺഗ്രസ് നേതാവ്. ശ്രീ KJ ദേവസ്യ, കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇരട്ട നീതി എന്ന നിങ്ങളുടെ ആരോപണത്തിന് ഒരുപക്ഷെ സ്റ്റാൻഡ് ലഭിക്കുകയാണ്. അതായത് പീപ്പിൾ TVക്ക് ഇപ്പോൾ ലഭിച്ച മൊഴിപ്പകർപ്പ് പ്രകാരം ബാബുവിനെതിരെ 6 ബാറുടമകളാണ് തെളിവ് നൽകിയത്, മൊഴി നൽകിയത്. എന്നിട്ടും ഇവർക്ക് തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളുകയും മാണിയെ രാജിയിലേക്ക് നീക്കുകയും ചെയ്തു. ശ്രീ KJ ദേവസ്യ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ ഇരട്ട നീതിയാണ്. ബിജു രമേശ് നേരിട്ട് കൊണ്ടുപോയി 50 ലക്ഷം രൂപ ബാബുവിന് കൊടുത്തിരിക്കുന്നു, വീണ്ടും കൊടുത്തിരിക്കുന്നു. 10 ലക്ഷം രൂപ ഈ 1 കോടി ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നു എന്ന് പലവട്ടം ബിജു രമേശ് പറഞ്ഞിട്ടുണ്ട്. ബിജു രമേശിന്റെ വാക്കുകൾ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളതല്ല, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിട്ട് അന്വേഷണ പ്രഹസനമാക്കി കളഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. യഥാർത്ഥത്തിൽ ബാബു പണം കൈപ്പറ്റി എന്നുള്ളതിന്റെ തെളിവുകൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ധാർമ്മികത ഉയർത്തി കാണിക്കുന്ന കോൺഗ്രസ്, KPCC പ്രസിഡന്റ്, അതുമായി ബന്ധപ്പെട്ടവർ ബാബുവിനെ മാറ്റി നിർത്തുന്നതിന് തയ്യാറാകണം. ബാബുവിന്റെ പേരിൽ നടപടികളുമായി മുന്നോട്ട് പോകണം. അതാണ് വേണ്ടത്. കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. ഇതൊക്കെ കേട്ടിരിക്കേണ്ട ഗതിയാണ് ഇപ്പോൾ കേരള കോൺഗ്രസിന് എന്ന ആക്ഷേപവും നിരീക്ഷകർ ഉന്നയിക്കുന്നു. അതായത് ഞാൻ പറയാം, ഒരുപക്ഷെ KM മാണി കുടുങ്ങി, ഇനി ബാബുവിനെ കൂടി ആ വാക്കുകളുടെ പേരിൽ കൊടുക്കണമോ? അങ്ങനെ കൊടുക്കണമെന്നാണ് കേരള കോൺഗ്രസ് പറയുന്നതെങ്കിൽ അത് ബിജു രമേശിനെ ശരിവെക്കുന്നതാകും. ഇത്തരത്തിലൊരു ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. ബാബുവിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവരുടെ ഒരു വാദഗതി അതാണ്. അങ്ങനെയെങ്കിൽ അതിന് മറുപടി ഉണ്ടോ KJ ദേവസ്യ? അല്ല, തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പീപ്പിൾ TV കൊണ്ടുവന്നിരിക്കുന്ന വാർത്തകൾ ശരിയാണെന്ന് സ്ഥാപിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുള്ളതാണ്. ഒരിക്കലുമല്ല. ആ കാര്യത്തെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ്. അതായത് പീപ്പിൾ TVക്ക് ഒരുവിധ കാര്യങ്ങളോ താല്പര്യമോ ഈ വിഷയത്തിലില്ല. അതായത് ഞങ്ങൾക്ക് ലഭിച്ച രേഖകൾ ആവർത്തിച്ച് പരിശോധിച്ച് ആധികാരികമാണെന്ന് ഉറപ്പുവരുത്തിയാൽ അത് ഞങ്ങൾ ജനങ്ങൾക്കായി നൽകും. അങ്ങനെ നൽകിയതാണ് ഈ മൊഴി. അതായത് ബാബുവിനെതിരെ 6 ബാറുടമകൾ നൽകിയ മൊഴിയുടെ പകർപ്പാണ്, ആ പകർപ്പ് സഹിതമാണ് പുറത്തുവിടുന്നത്. ആധികാരികമായ വാർത്ത. ശ്രീ KJ ദേവസ്യ, താങ്കൾക്ക് തുടരാം. സ്വാഭാവികമായും ബാബു കൂടി ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെയാണ് ഈ ആരോപണങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഈ ആരോപണങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കൃത്യമായും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ സത്യം അതല്ല, അല്ലെങ്കിൽ സത്യം മറ്റൊന്നാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ചുമതലയുണ്ട്. അതിൽ നിന്നൊരു മന്ത്രിക്ക് ഒഴിവായി നിൽക്കുക എന്ന് പറയുന്നത് ശരിയല്ല. ധാർമ്മികമായ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ആദർശത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ മന്ത്രി ബാബുവിന്റെ പക്കൽ ഇപ്രകാരം ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അവർ വ്യക്തമാക്കണം. ബാബു എന്ന് പറയുന്ന ഒരു ഭാണ്ഡം ചുമക്കേണ്ട ആവശ്യം കോൺഗ്രസിനുണ്ടോ? പക്ഷേ KJ ദേവസ്യ, ഇത്തരം വാക്കുകൾക്കപ്പുറത്തേക്ക് കേരള കോൺഗ്രസിന് നീങ്ങാൻ കെൽപ്പില്ല എന്നതാണ് അവരുടെ അഹങ്കാരം, ഒരുപക്ഷെ കോൺഗ്രസിന്റെ അഹങ്കാരം. അതായത് KM മാണിക്കെതിരെ, ഇത്ര പ്രമുഖനായ KM മാണിക്കെതിരെ ഇങ്ങനെ ഒരു നടപടികൾ കൊണ്ടുവരികയും അതിനൊക്കെ ആർജവത്തോടുകൂടി കാര്യങ്ങൾ നീക്കുകയും ആ രാജിയിലേക്ക് എത്തിക്കുകയും ഒരുപക്ഷെ വിജിലൻസിനെതിരെ വീണ്ടും അപ്പീൽ പോയതാണ് ഒരുപക്ഷെ മാണി സാർ ഏറ്റവും കൂടുതൽ കുടുങ്ങാനുണ്ടായ കാരണവും. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങാൻ ആർജവം കാണിച്ച കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ ഭരണം ഒരുപക്ഷെ ബാബുവിനെ മാത്രം ഈ വിഷയത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇത്രയേറെ പീപ്പിൾ TV പുറത്തുവിട്ട ഇത്രയേറെ തെളിവുകൾ കയ്യിലുണ്ടായിട്ടും അടിവരയിടേണ്ടത് അതാണ് KJ ദേവസ്യ ഈ ഘട്ടത്തിൽ. തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത് ശരിയാണ് എങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ധാർമ്മികതയുടെ പ്രശ്നമാണല്ലോ. ആരോപണങ്ങൾ വരുമ്പോൾ മാറി നിൽക്കേണ്ടവർ മാറി നിൽക്കണം എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് എങ്കിൽ ബാബുവിനൊരു നീതി, മാണി സാറിന് മറ്റൊരു നീതി എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അത് മറുപടി പറയേണ്ടവർ പറയട്ടെ. തീർച്ചയായും. ശ്രീ KJ ദേവസ്യ, ദയവായി തുടരുക. PC ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ PC ജോർജ്,
അതായത് ബിജു രമേശ് ആദ്യമായി പീപ്പിൾ ടി വിയിലൂടെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ആദ്യമായി പ്രതികരണത്തിന് വിളിച്ചത് ശ്രീ PC ജോർജിനെയാണ്. അന്ന് താങ്കൾ പറഞ്ഞു മാണിസാർ ഇത് വാങ്ങിയില്ല എന്നല്ല, ഒരുപക്ഷെ കൂടുതൽ പേരുകളുണ്ടല്ലോ, അത് വെളിപ്പെടുത്തൂ ബിജു രമേശ് എന്നാണ് താങ്കൾ പറഞ്ഞത്, ഞാൻ ഓർക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതാ ഇപ്പോൾ പീപ്പിൾ ടി വി ഏറ്റവും പുതിയ വാർത്ത കൂടി പുറത്തുവിടുന്നു. കെ ബാബുവിനെതിരെ നിർണായകമായ തെളിവുകളാണ് 6 ജില്ലാ ബാർ ഉടമകളുടെ അസോസിയേഷൻ നേതാക്കന്മാർ പറഞ്ഞത്. ആ മൊഴിയുടെ പകർപ്പ്, വിജിലൻസിന് നൽകിയ ആ മൊഴിയുടെ പകർപ്പ് പീപ്പിൾ ടി വി പുറത്തുവിടുകയാണ്. അങ്ങനെയെങ്കിൽ എനിക്കിപ്പോ പീപ്പിൾ ടി വിയില് ഒന്നും പറയാൻ മടിക്കേണ്ട കാര്യമില്ല. ഇത് 8 മാസമായിട്ട് ഞാൻ പറഞ്ഞേരെ, കെ എം മണി കാശ് മേടിച്ചു ആർക്കും തർക്കമില്ലെന്ന്. അദ്ദേഹത്തിന് കുടുംബക്കാർക്കോ ആർക്കും തർക്കമോ പാർട്ടിക്കാർക്കോ തർക്കം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ അന്ന് ചോദിച്ച ചോദ്യമാണ് ഇപ്പോഴും പ്രസക്തം. ഉമ്മൻചാണ്ടി എന്നോട് ചോദിച്ചു, താൻ ഇത്രയും ക്രൂരത എന്താ ചെയ്തതെന്ന്. ഒരു ക്രൂരതയല്ല. 15 കോടി രൂപ പിരിച്ചു 1 കോടി കെ എം മണിക്ക് കൊടുത്ത് ബാക്കി 14 എവിടെയെന്ന് ചോദിച്ചു. 1 കോടി കുഞ്ഞാലിക്കുട്ടിക്ക് കൊണ്ടുപോയി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് വേണ്ടെന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ കയ്യിൽ ഇരിപ്പുണ്ട്. 10 കോടി കെ ബാബുവിന് കൊടുത്തെന്ന് അന്ന് ഞാൻ പറഞ്ഞു, ഇപ്പോഴും പറയുന്നു. അതെ, എന്താ സംശയം? പക്ഷേ ശ്രീ PC, അതായത് നിർണായകമായ അതല്ല, അതായത് താങ്കൾ ആ ആരോപണം ഉന്നയിച്ചു, ഒരുപക്ഷെ ശരിയാകാം, അതല്ല. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പീപ്പിൾ ടി വിക്ക് ലഭിച്ചിരിക്കുന്ന വാർത്ത കെ ബാബുവിനെതിരെ കേസില്ലാത്തതിന്റെ കാരണം തെളിവില്ല എന്നതാണല്ലോ. ത്വരിത അന്വേഷണത്തിന് ശേഷം, ക്വിക്ക് വെരിഫിക്കേഷന് ശേഷം ഇവർ പറഞ്ഞിരുന്നത്. പക്ഷെ അതല്ല, തെളിവുണ്ടായിരുന്നു, 6 പേർ മൊഴി നൽകിയിരുന്നു. ആ മൊഴിയുടെ പകർപ്പാണ് പീപ്പിൾ ടി വി പുറത്തുവിടുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ അറിഞ്ഞെന്ന്, അതായത് പീപ്പിൾ ടി വിയുടെ ഈ വെളിപ്പെടുത്തൽ അതായത് വളരെ വ്യക്തമല്ലേ. ആ സാഹചര്യത്തിൽ 1 മിനിറ്റ് പോലും കുത്തിയിരിക്കാതെ ബാബു ഇപ്പൊ രാജിവെക്കണം. അത് നാളെ ആക്കാൻ പാടില്ല, ഇപ്പൊ രാജിവെക്കണം. അതുകൊണ്ടായില്ല ഈ ബാബുവിന്റെ അടുത്തേക്കും കെ എം മാണിയുടെ അടുത്തേക്കും കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അടുത്തേക്കും പണവും കൊടുത്തില്ല. ഉമ്മൻചാണ്ടിയുടെ മുഴുത്താണ് ചുമ്മാ ഇരിക്കുന്നത്. എങ്ങനെ അങ്ങനെ രാജിവെക്കണം, ജനവിധി നേടാൻ തന്റെ ഇടമുണ്ടോ എന്ന് ഉമ്മൻചാണ്ടിയോട് ചോദിക്കണം. കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും ജനങ്ങൾ ഒറ്റക്കെട്ടായി ഉമ്മൻചാണ്ടിയോട് ചോദിക്കണം, താൻ ഇലക്ഷൻ നേടാൻ തയ്യാറുണ്ടോ, ജനവിധി നേടാൻ തയ്യാറുണ്ടോ? ഇത് ചോദിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ ആ കസേരയിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കിവിടാനുള്ള ശക്തമായ നടപടിക്ക് കോൺഗ്രസ്സുകാർ തന്നെ നേതൃത്വം കൊടുക്കണം. ഇവിടെ കോൺഗ്രസ് പാർട്ടി മാറിയൊക്കെ ശരിയാണോ? വലിയ വിപ്ലവം സുധീറിനൊക്കെ എവിടെ പോയി? ഏക്കാണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. ആ മനുഷ്യൻ താഴ്ചടിച്ചിട്ട് ഉമ്മൻചാണ്ടിയാ, കരുണാകരനെ വെള്ളത്തിലാക്കി ഉമ്മൻചാണ്ടിയാ, ഇത് കെ എം മണിയെ വെള്ളത്തിലാക്കി ഉമ്മൻചാണ്ടി. എല്ലാരും വെള്ളത്തിലാക്കുന്ന ജോലിയാണ് ഉമ്മൻചാണ്ടി ഏറ്റെടുക്കുന്നത്. ചിരിച്ചോണ്ട് ഉമ്മൻചാണ്ടി അടക്കുക. ആ ചിരിക്ക് അറുതി വരുത്തേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്, കോൺഗ്രസ് പ്രവർത്തകരാണ്. അവർ പുറകോട്ട് പോകാൻ പാടില്ല. ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങി ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് കോൺഗ്രസ് ഇല്ലാതാക്കും. തീർച്ചയായും PC ഒരു കാര്യം കൂടി, അതായത് നിങ്ങൾക്കൊക്കെ എതിരെയാണ് നേരത്തെ ഉമ്മൻചാണ്ടി കഴിഞ്ഞ 2 ദിവസം മുമ്പ് പറഞ്ഞത്, വെറുതെ ആരോപണം ഉന്നയിച്ചാൽ പോരാ, തെളിവ് കൊണ്ടുവരണമെന്ന്. ഇപ്പോൾ പീപ്പിൾ ടി വി പുറത്തുവിട്ട ഈ മൊഴിപ്പകർപ്പ് തെളിവായി ഉയർത്തിക്കാട്ടാമോ? അങ്ങനെ ഉയർത്തിക്കാട്ടി 2 ഡയലോഗ് പറയൂ മുഖ്യമന്ത്രിക്കെതിരെ ശ്രീ PC ജോർജ്. എന്താ സംശയം? ആ തെളിവ് 100% ശരിയല്ലേ? ബാർ ഹോട്ടൽ ഉടമകൾ പണം കൊടുത്തവര് വിജിലൻസിന് ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് പറ്റില്ലെന്ന് ഒരു തെളിവ് ഞാൻ പറയാം. എന്തുകൊണ്ട് ADGPക്ക് DGP ആയിരുന്ന വിൻസെന്റ് പോൾ ഈ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നോക്കാൻ തനിക്ക് അധികാരമില്ലെന്ന് കത്ത് കൊടുത്തു. ആ ഓർഡർ ഇറക്കിയിട്ടുണ്ട്, അറിയാമോ? വിജിലൻസ് ഡയറക്ടർ ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ADGP നമ്മുടെ തോമസ് ജേക്കബിനൊന്നും ഇടപെടാൻ പാടില്ല. ആ ഓർഡറിന്റെ പകർപ്പൂടെ എന്റെ അഭിപ്രായത്തിൽ കാര്യങ്ങൾ പുറത്തുവിടണമെന്ന് എന്റെ അഭിപ്രായം. സൈഡിൽ നോക്കിയാൽ ആ ഓർഡർ കിട്ടും. ഇമ്മീഡിയറ്റ് ഓർഡർ വിട്ടാൽ ഉമ്മൻചാണ്ടി രാജിവെക്കും. അതോടൊപ്പം നമ്മുടെ ഈ മാന്യൻ എന്ന് പറയുന്ന നമ്മുടെ ഈ DGP ഉണ്ടല്ലോ വിൻസെന്റ് പോൾ, അങ്ങനെ നാട് വിട്ട് അമേരിക്കയിലെക്കാരും പൊക്കോളും. അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം മന്ദസാണെന്ന് എന്റെ അഭിപ്രായം. അതുകൊണ്ട് കെ എം മാണി രാജിവെച്ച് പുള്ളിയെ മാത്രം വിട്ടിട്ട് കാര്യമില്ല. ഇന്ന് തന്നെ ബാബു രാജിവെക്കാൻ ആർജവം കാണിക്കണം. ഇല്ലെങ്കിൽ ഉമ്മൻചാണ്ടി കൂടെ ഒരുമിച്ച് രാജിവെക്കാനുള്ള തീരുമാനമെടുക്കണം. KPCC ഇതിന് ശക്തമായ തീരുമാനമെടുക്കണം. അതല്ലാതെ ചുമ്മാ സുധീറിനൊക്കെ ഇന്ന് സുധീറിനാണ് യാത്ര നടത്താൻ പോകുന്നത്. എന്താ അഴിമതി യാത്രയാണ് നടത്താൻ പോകുന്നത് സുധീരൻ? ഉമ്മൻചാണ്ടി അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന യാത്ര നടത്താൻ ഇറങ്ങിത്തിരിക്കുന്ന നാണക്കേടല്ലേ? അതുകൊണ്ട് സുധീരൻ അഴിമതി യാത്ര നടത്തുന്നതിന് മുമ്പ് ഈ കാട്ടുകള്ളന്മാരെ മുഴുവൻ ഇറക്കി വിട്ടിട്ട് ജനവിധി നേടാനുള്ള തീരുമാനമെടുത്തിട്ട് APC പ്രസിഡന്റ് ജാഥയായിട്ട് ഇറങ്ങട്ടെ. ആ ജാഥ കേൾക്കാൻ ജനങ്ങളുണ്ടാവും. ഇല്ലെങ്കിൽ ജനങ്ങളെ കിട്ടുമെന്ന് തെറ്റിദ്ധരിക്കേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്.
തീർച്ചയായും വളരെ നന്ദി. ഈ ഘട്ടത്തിൽ പി സി ജോർജ് പ്രതികരിച്ചതിന് സമഗ്രമായ പ്രതികരണങ്ങളാണ് രാഷ്ട്രീയ കേരളത്തിൽ നിന്നും പീപ്പിൾ ടി വി ഇപ്പോൾ പുറത്തുവിട്ട വാർത്തയുമായി ബന്ധപ്പെട്ടെത്തുന്നത്. വാർത്ത പുറത്തെത്തിച്ച സജേഷ് കൂടി നമ്മോടൊപ്പം ഒരിക്കൽ കൂടി ചേരുകയാണ്. സജേഷ്, അങ്ങനെയെങ്കിൽ വളരെ ഗൗരവമായ കാര്യങ്ങളാണ് പി സി ജോർജ് പറഞ്ഞത്. പീപ്പിൾ ടി വി പുറത്തുവിട്ട ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയും കെ ബാബുവും ഇന്ന് തന്നെ സ്ഥാനമൊഴിയണം, അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് വി എസ് സുനിൽകുമാർ പറഞ്ഞത്. നമ്മളിപ്പോൾ പുറത്തുവിട്ട രേഖ നിയമപരമായും രാഷ്ട്രീയമായും ഒക്കെ കെ ബാബുവിനെതിരായ സമരത്തിൽ ഞങ്ങളെ സഹായിക്കും എന്നതാണ്. അങ്ങനെ അത്രയ്ക്ക് നിർണായകമായ ഒരു കാര്യമാണ് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് കെ ബാബുവിനെതിരായ തെളിവായി പീപ്പിൾ ടി വി ഇപ്പോൾ പുറത്തുവിടുന്നത്. അങ്ങനെയെങ്കിൽ 6 ബാർ ഉടമകൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ, ഒരിക്കൽ കൂടി ആ മൊഴികളിലൂടെ. അജിംഷാദ്, 6 ബാറുടമകൾ എന്ന നിലയിൽ മാത്രമല്ല, ബാറുടമകളുടെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ ജില്ലാ സെക്രട്ടറിമാരാണ് ഈ മൊഴി നൽകിയിട്ടുള്ളത്. 6 പേരുടെ മൊഴിപ്പകർപ്പാണ് വളരെ കൃത്യമായി തന്നെ കെ ബാബു ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കുന്നതിന് വേണ്ടി പണം ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിരിവ് നടന്നുവെന്ന വളരെ വ്യക്തമായ വിവരങ്ങളുള്ള 6 മൊഴികൾ വിജിലൻസിൻ്റെ പക്കലുണ്ടായിരുന്നു. ഈ മൊഴികൾ അവഗണിച്ചുകൊണ്ടാണ് വിജിലൻസ് ഈ കേസിൽ കെ ബാബുവിൻ്റെ കേസ് എഴുതി തള്ളിയത്. ഇതിൽ KBHAയുടെ 6 ജില്ലാ സെക്രട്ടറിമാരുടെ മൊഴിപ്പകർപ്പാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ തിരുവനന്തപുരത്ത് മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കാർത്തികേയ കുമാർ, അദ്ദേഹം 2013 നൽകിയിട്ടുള്ള മൊഴിയുടെ വിശദാംശങ്ങളിൽ പറയുന്നത് 30 ലക്ഷം രൂപ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ആകെ ഇതിനുവേണ്ടി ശേഖരിച്ചു. അതിൽ 28 ലക്ഷം രൂപ ബിജു രമേശിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള രാധാകൃഷ്ണന് അന്ന് തന്നെ നൽകിയിട്ടുണ്ട്. ഇത് ബാർ ലൈസൻസ് ഫീസ് 30 ലക്ഷമായി ഉയർത്തുന്നതിന് എക്സൈസ് വകുപ്പിൽ ആലോചന നടക്കുന്നു. ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ ഫീസ് നൽകിയതെന്ന്, ഈ പണം പിരിച്ചു നൽകിയതെന്ന് കാർത്തികേയ കുമാറിൻ്റെ മൊഴിയിൽ വ്യക്തമായി പറയുന്നു. കൊല്ലത്ത് അഡ്വക്കേറ്റ് ഷൈൻ, മുൻ ജില്ലാ സെക്രട്ടറിയാണ് KBHAയുടെ, അദ്ദേഹത്തിൻ്റെ മൊഴിയിലും ബാർ ലൈസൻസ് പുതുക്കുന്നതിന് ചെലവുണ്ടെന്ന് സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 75,000 രൂപ വീതം പിരിച്ചു എന്ന് പറയുന്നു. ഇടുക്കി ജില്ലാ സെക്രട്ടറി ദീപുവിൻ്റെ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലാ സെക്രട്ടറി ദീപുവിൻ്റെ മൊഴിയിൽ പറയുന്നത് 30 ലക്ഷമായി ബാർ ലൈസൻസ് ഫീസ് ഉയർത്തും എന്ന വിവരം സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. രാജ്കുമാർ ഉണ്ണി നേരിട്ട് പങ്കെടുത്ത KBHAയുടെ ഇടുക്കി ജില്ലാ യോഗത്തിൽ വെച്ചാണ് ഇക്കാര്യം രാജ്കുമാർ ഉണ്ണി പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പണം പിരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. 75,000 രൂപ ഇടുക്കി ജില്ലയിലെ ഓരോ ബാർ ഉടമകളിൽ നിന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിരിച്ചുവെന്നാണ് ഈ ഇടുക്കി ജില്ലയിലെ ബാറുടമ ആയിട്ടുള്ള ദീപുവിൻ്റെ മൊഴി. തൃശ്ശൂർ ജില്ലയിലെ CD ജോഷിയുടെ മൊഴി നേരത്തെ പുറത്തു വന്നതാണ്. 10 ലക്ഷം രൂപ നൽകി എന്ന മൊഴി, ആ മൊഴിയും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. പാലക്കാട് ജില്ലയിൽ നിന്ന് KBHAയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സതീഷിൻ്റെ മൊഴിയിൽ പറയുന്നത് പൈസ പിരിച്ചു കൊടുക്കണമെന്ന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. മന്ത്രിമാർക്ക് കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയാണ് ഇത്, എന്നാൽ അത് ഏത് മന്ത്രിക്കാണ് പണം കൊടുക്കാൻ തീരുമാനിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി സതീഷിൻ്റെ മൊഴിയിൽ പറയുന്നു. മലപ്പുറം ജില്ലാ സെക്രട്ടറി അനിലിൻ്റെ മൊഴിയും സമാനമായ രീതിയിലാണ്. 22 ലക്ഷത്തിൽ നിന്ന് ബാർ ലൈസൻസ് ഫീസ് ഉയർത്താൻ പോകുന്നു. ഇത് ഉയർത്താതിരിക്കണമെങ്കിൽ മന്ത്രിമാർക്ക് പണം നൽകണമെന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടു. ഏത് മന്ത്രിക്കെന്ന് എനിക്ക് അറിയില്ല എന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറിയും പറയുന്നു. ഇതിൽ വളരെ വ്യക്തമായിട്ടുള്ള കാര്യം, ഇവരോടൊന്നും ഇത് ഏത് മന്ത്രിക്കാണെന്നോ എത്ര പണം പിരിച്ചെന്നോ മറിച്ചൊരു ചോദ്യം വിജിലൻസിൽ നിന്നും ഉണ്ടായിട്ടില്ല, മറിച്ചൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. നിർണായകമായി 6 മൊഴികൾ കയ്യിലിരിക്കെയാണ് വിജിലൻസ് കെ ബാബുവിനെതിരായ കേസ് എഴുതി തള്ളിയത്. അജിംഷാദ്, തീർച്ചയായും വ്യക്തമാണ്. സജേഷാണ് വിവരങ്ങൾ നൽകുന്നത്. കെ ബാബുവിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തെത്തുന്നു. 6 ബാർ ഉടമകൾ, തിരുവനന്തപുരത്ത് നിന്ന് കാർത്തികേയൻ, കൊല്ലത്ത് നിന്നും അഡ്വക്കേറ്റ് ഷൈൻ, ഇടുക്കിയിൽ നിന്നും ദീപു, പാലക്കാട് നിന്നും സതീഷ് എന്നിവർ അടക്കം 6 ബാർ ഉടമ പ്രതിനിധികളാണ്, ജില്ലാ സെക്രട്ടറിമാരായവരാണ് ഇത്തരത്തിൽ ബാബുവിനെതിരായ മൊഴി നൽകിയിരിക്കുന്നത്. ഈ മൊഴി കയ്യിൽ വെച്ചിട്ടാണ് കേസില്ല എന്ന കാരണം പറഞ്ഞ്, തെളിവില്ല എന്ന കാരണം പറഞ്ഞ് കേസ് അവസാനിപ്പിച്ച നടപടി ഉണ്ടായത്. ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളം നേരിടാൻ പോകുന്നത് എന്ന് പ്രതിപക്ഷാംഗങ്ങൾ അടക്കം പീപ്പിൾ ടി വി പുറത്തുവിട്ട ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്നു. സജേഷാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.